Hello guys, good morning and welcome back to my YouTube channel. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നാളായിട്ട് കാത്തിരുന്ന് രണ്ട് കസിൻസിൻ്റെ കല്യാണം എത്തിയിട്ടുണ്ട്. അപ്പം നാളെ December 20 ക്രിസ്മസിൻ്റെ അന്നാണ് ഒരാളുടെ കല്യാണം, എൻ്റെ കസിൻ ബ്രദറിൻ്റെ. അപ്പോൾ ഇന്ന് തലേ ദിവസമാണ്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം ഒരു 3-4 മാസമായിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് തുടങ്ങിയിട്ട് ഇന്നും വരെയും തീർന്നിട്ടില്ല. ഇനിയും ഉണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കും. ഈ ഓരോ ഷോപ്പിങ്ങിന് പോയതിൻ്റെയൊക്കെ ഓരോ ബിറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ചായിട്ട്. അതിനൊരു സ്റ്റാർട്ടിങ് എൻഡിങ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് ഞാൻ കാണിക്കാം. ഇന്നും നാളെയും മറ്റന്നാളും ഉള്ള എല്ലാ പരിപാടിയും കാണിക്കുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പോൾ വെഡ്ഡിങ് കാർഡിൻ്റെ മാറ്റർ എഴുതാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ് എന്നെ. അപ്പോൾ അത് വെച്ചാണല്ലോ നമ്മുടെ തുടക്കം. ഗൂഗിളൊക്കെ നോക്കി ഫോർമാറ്റൊക്കെ നോക്കി എഴുതിയെടുക്കുമായിരുന്നേ. കല്യാണ ചെറുക്ക ഇവിടെ ഇരുന്ന് പൈനാപ്പിൾ നമ്മളിവിടത്തെ. അപ്പോൾ ഇവിടം കൊണ്ട് നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് ഞാനും ഉമ്മായും കൂടെ ഓരോ ഷോപ്പുകളായിട്ട് കയറി ഇറങ്ങുവാണ്. നമ്മൾ ഡിസൈനർ സാരിയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഡിസൈനർ സാരീസാണ് കേട്ടോ നോക്കുന്നത്. ഫസ്റ്റ് ഡേ ഓഫ് കോഴ്സ് ഒന്നും കിട്ടിയില്ല, ഞങ്ങൾ ജസ്റ്റ് നോക്കാൻ പോയതാണ്. അതങ്ങനെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ പെണ്ണിന് സാരി എടുക്കാൻ വന്നതാണ്. ബോർഡറില്ലേ അത് ഇതെടുക്ക് ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രൈഡിൻ്റെ വെഡ്ഡിങ് സാരി എടുത്തു, അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. എത്ര പേർക്കറിയാം പോത്തീസിൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ കേസരി കൊടുക്കുമെന്ന്. എല്ലാവരോടും ഉള്ളപ്പോൾ ഷോപ്പിംഗ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കേസരിയും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ട്രിവാൻഡ്രത്തുള്ള തനൂസ് ബ്രൈഡൽ ബുട്ടീക്കിലേക്കായിരുന്നേ. ബ്രൈഡിന് റിസപ്ഷനിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ സർവീസ് എല്ലാം നല്ലതായിരുന്നു. കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് വേണ്ടതെന്നെല്ലാം അവർ കറക്റ്റ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞങ്ങൾക്ക് അവരുടെ ഡ്രസ്സിൽ നിന്ന് കിട്ടിയത് വളരെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓണസ്റ്റ്ലി ഗൈസ്, ഞങ്ങൾ കൊടുത്ത ഡ്രസ്സിൻ്റെ സെയിം കളറോ പാറ്റേണോ ഒന്നും അല്ലായിരുന്നു അവർ നമുക്ക് ചെയ്തു തന്നതും. അതും പറഞ്ഞ ഡേറ്റിനേക്കാൾ ഒത്തിരി താമസിച്ചാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയത്. നല്ല എമൗണ്ടും അവർ വാങ്ങിയിട്ടുണ്ട്. സോ ഗൈസ്, ഞങ്ങളുടെ ഈ ബാഡ് എക്സ്പീരിയൻസ് വേറെ ആർക്കും ഉണ്ടാവരുത്, ആരും പോയി പെടരുത് കേട്ടോ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ കല്യാണത്തിൻ്റെ ബ്രൈഡിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാത്തിനും എന്തിനാണ് ഞാൻ ഈ കൂടെ പോകുന്നതെന്ന്. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയുണ്ട്. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഡമ്മി ആയിട്ട് ഇതൊക്കെ ഇട്ട് നോക്കാനും ഒരാൾ വേണ്ടേ. അതിനാണ് ഗൈസ് സത്യം പറഞ്ഞാൽ എന്നെ ഇവർ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ കുറേ ലെഹങ്കയൊക്കെ ഇട്ട് നോക്കിയത് ഈ മജന്ത കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വാച്ചിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. വാച്ച് നോക്കി എടുത്തിട്ടില്ല. പിന്നെ ആശിക്കണ്ണം കോട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഷോപ്പിങ്ങിന് പോകുമ്പോഴും സാധനം കിട്ടിയില്ലെങ്കിലും കറക്റ്റ് ടൈമിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് നിർത്തി കേട്ടോ. ഉണ്ട് കുറേ. അപ്പം ഇന്ന് ഏത് ഡ്രസ്സ് എടുക്കാൻ ഒരു ബ്ലാക്ക് ഡ്രസ്സ് തപ്പി വന്നതാണ്. സലാമിന് ഭ്രാന്തായിട്ട് അവൻ പോയി. ഇത് ഷോപ്പിങ്ങിന്റെ എത്ര ദിവസമാണ് പറഞ്ഞത്? ഇനിയും നമ്മൾ വരും. ഇനി ഒത്തിരി 2 കല്യാണം ഉള്ളതുകൊണ്ട് ഇനിയും കുറേ സാധനം മേടിക്കാറുണ്ട്. ഞാനും ഉമ്മച്ചിയും കൂടെ ചാലൈ മാർക്കറ്റിനകത്തോട്ട് വന്നേക്കാണ്. വേറൊന്നുമില്ല, കേത്തിൽ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഷോപ്പിംഗ് നടന്നില്ലെങ്കിൽ ഫുഡ് അടി കറക്റ്റ് ടൈമിന് നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സിൽ വെക്കാൻ വേണ്ടി കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും പോത്തീസിലോട്ട് തന്നെയാണ് വന്നേക്കുന്നത്, ഉമ്മാക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട്. ഉറക്കം വരുന്നു ഗൈസ്. ഉമ്മാക്ക് എങ്ങനെ എനർജറ്റിക്കായിട്ട് വീണ്ടും സാരി നോക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുള്ള. ഡൺ ഫോർ ദ ഡേ ഗൈസ്. അപ്പോൾ ഇന്ന് കസിൻസിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വന്നേക്കുവാണേ. അപ്പോൾ അവർ ഈ ലെഹങ്കാസ് ആണ് കേട്ടോ എടുത്തത്. ഹലോ ഗൈസ്, അപ്പം വീണ്ടും കല്യാണ ഷോപ്പിങ്ങിന് വന്നേക്കാണ്. പ്രോബബ്ലി ഇതായിരിക്കും ദ ലാസ്റ്റ് ഡേ ഓഫ് ഷോപ്പിംഗ്, ഓക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ്. അപ്പം ഞാനും ഉമ്മായി സാരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് ദിവസമായിട്ട് നല്ല കഫക്കെട്ടും പനി ആയതുകൊണ്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മ
അമ്മ എത്ര സാരി എടുത്ത്? ഞാനോ എന്നെ വെക്കണ്ട പറ എത്ര സാരി? 4 സാരി. ചാലക്കകത്ത് വന്നേക്കാണ് കമ്മലും മാലയൊക്കെ നോക്കാൻ. ഈ കുട്ടിക്ക് ഈ ബോക്സുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിന്ന് ഇളകുവാണ്. എല്ലാം വേണമെന്നാണ് പറയുന്നത് ഗൈസ്. ഇനി ഈ കട മൊത്തത്തിൽ എഴുതി തരട്ടാ ഗൈസ്. ഞങ്ങൾ ട്രിവാൻഡ്രം ചാലേ മാർക്കറ്റിനകത്തുള്ള എന്താ ചേച്ചി കടയുടെ പേര്? സോഫൈ ഗൈസ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഫ്രെയിമും എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് ഇവിടെ. എന്താണ് കൊച്ചിൻ്റെ പ്രശ്നം? എന്തൊക്കെയാണ് വേണ്ടത്? അശോ ഗൈസ്, ഞങ്ങൾ ചാല മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് വേണ്ടതെന്ന് അറിയാമേ. പിന്നെ ഞങ്ങൾ രാമചന്ദ്രനിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് ഫുഡും കഴിച്ചിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ പോയേ. എന്നിട്ട് അടുത്ത ദിവസം വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കമ്മല് മേടിക്കാൻ വേണ്ടിയിട്ട്. വേറെ എവിടെയല്ല, നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിലെ മാർക്കറ്റിലോട്ട് തന്നെയായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഡ്രസ്സ് മാത്രം പോരല്ലോ, അതിനൊത്ത ആക്സസറീസ് എല്ലാം വേണ്ടേ, അപ്പോൾ അത് വാങ്ങാനായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഒരെണ്ണം കണ്ടുപിടിക്കാൻ എന്തൊരു കഷ്ടപ്പാട്. കണ്ണ് മഞ്ഞ ചുറ്റിന് കാണിച്ചു ചേച്ചി. അപ്പോൾ ഇയറിങ്സ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെ പോകണം കേട്ടോ. ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് കൺഫ്യൂഷനായി പോയി ഏതെടുക്കണം എന്ന്. ഗൈസ്, രാഗേന്ദ്ര ചേച്ചിക്ക് കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ടിന് ഡ്രസ്സ് എടുക്കാൻ വന്നേക്കാണ് ഞങ്ങൾ. ഞാൻ എന്നിട്ട് സ്റ്റോറി ഇടുന്നായിരിക്കും. ഇത് കിട്ടാൻ കുറച്ചും കൂടെ കൈ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് പക്ഷെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ വ്ളോഗ് ഇടുള്ളൂ. ക്രിസ്മസ് ഒക്കെ കൊടുത്താലേ ഇതൊക്കെ സൂപ്പർ ആയിരിക്കും. ചോപ്പ് വെറൈറ്റി വൈറ്റും. മെറി ക്രിസ്മസ്. ഞാൻ വീണ്ടും പോത്തീസിലാണ്. ഇറ്റ്സ് ലൈക്ക് ഡേ 7 ഓഫ് കല്യാണ ഷോപ്പിംഗ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ കല്യാണത്തിനുള്ള ചെക്കന് ഡ്രസ്സ് എടുക്കാനാണ് വന്നേക്കുന്നത്. കല്യാണം ചെക്കനും പെണ്ണിനും മാത്രമേ. കല്യാണ ചെറുക്കൻ ജവഹർലാൽ നെഹ്റുവിനെ പോലെ നിന്റെ ഡ്രസ്സ് വെച്ചിട്ടാണ്. ഇവിടെ കല്യാണ ചെറുക്കന്മാരെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യ എല്ലാവരും. ഇതിനെ കെട്ടിയ ഒരു കൊച്ചുമുണ്ട്. കൊച്ചിന് 3 വയസ്സായി. അത് പ്രത്യേകം എടുത്ത് പറയാൻ വേണം. അതെ. അപ്പോൾ സേവ് ദ ഡേറ്റിനുള്ള ഡ്രസ്സും ഷൂസും ഒക്കെ എടുത്ത് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയേ. എന്നിട്ട് അടുത്ത ദിവസം വൈകുന്നേരം വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ് വന്നേക്കുന്നത് സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരാൾ ഫേഷ്യൽ ചെയ്തുകൊണ്ട് വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ബ്രൈഡ് എത്തിയത്. അടുത്ത ആഴ്ച കല്യാണമാണ്. അപ്പോൾ ഇന്നത്തെ കല്യാണത്തിന് ഒരു ദിവസം മുന്നേ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമല്ല, ചെരുപ്പും കൂടി വാങ്ങാനായിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. ഇതോടുകൂടി നമ്മുടെ ഷോപ്പിംഗ് പരിപാടി ഇവിടെ തീർക്കുവാണ് കേട്ടോ. അങ്ങനെ അതേ കല്യാണത്തിന് ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതേ ചെക്കൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ആഷിക്കൻ്റെ ഡ്രസ്സൊക്കെ അതേ അയൺ ചെയ്ത് പാക്ക് ചെയ്യുമായിരുന്നേ. കെട്ടിച്ചയക്കണ്ടേ ചെക്കനെ, അപ്പോൾ അതിന് ഞങ്ങളുടെ വകയുള്ള ഹെൽപ്പിംഗ് ആണ് ഇത്. നിക്കാഹിന് തലയിൽ കർച്ചീഫ് ഇടാനായിട്ടുള്ള ട്രയലാണ് ഈ നടക്കുന്നത്. മറ്റേ പാടത്ത് കൊയ്ത്തിനിറങ്ങുന്ന ആൾക്കാർ. കല്യാണ ചെറുക്കൻ്റെ തലയ്ക്ക് തലേസ് പണിയെടുക്കുന്നത് കണ്ടോ. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ചെക്കൻ്റെ ഉമ്മാക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുമായിരുന്നേ. പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്ന് എൻ്റെ കയ്യിൽ ഒരു അത്തപ്പൂക്കളം വരച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. കല്യാണ തലേന്ന് കല്യാണ ചെറുക്കൻ ഫേഷ്യൽ പാക്ക് അല്ല, ദിസ് ഇസ് ഫാമിലി പാക്ക്.
സിതാൻ ഈ സ്മൈലാൻ ചെയ്യാൻ വേണ്ടി സിതാൻ റെഡി ആവുകയാണ്. എന്താ ഇന്നത്തെ പരിപാടി? ആഷിഖാന്റെ മെഹന്തിയാണ്. നമ്മളെല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് വെറുതെ. അതെ, ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ മെഹന്തി ഫംഗ്ഷൻ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ഈ ഈവന്റ് മാനേജർ. ഗൈസ്, ഞങ്ങൾ കല്ലറ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇന്ന് മെഹന്തി ഫംഗ്ഷൻ നടക്കാൻ പോണേ. ചടങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചായ എല്ലാവരും ഗൈസ്, ഇതാണ് എന്റെ പുതിയ വ്ളോഗർ. അകത്തോട്ട് കയറാൻ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മളെ സമ്മതിക്കുന്നില്ലായിരുന്നേ. അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത്. ഗൈസ്, അപ്പം നമ്മുടെ മെഹന്തിയുടെ മെയിൻ പരിപാടിയായ ഫുഡ് അടിയിലോട്ട് എന്താണ് പറയാനുള്ളത്? അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നേ. ഗുഡ് നൈറ്റ്. ഒരു ഗുഡ് നൈറ്റ് ഒന്നുകൂടെ പറ. ബൈ ബൈ. ഒരു ഫ്ലൈങ് കിസ് കൂടി. അപ്പൊ നാളെ തൊട്ട് ബാച്ചിലർ ലൈഫ് മാറി. നോക്ക് എന്താണ് പറയാനുള്ളത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഡേ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ കല്യാണത്തിന്റെ റിസപ്ഷന്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.